കാട്ടാന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ് വനംവകുപ്പ്. വനമേധാവിയുടെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് 2:30 യോഗം. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിൽ യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും. പട്രോളിംഗ് ശക്തിപ്പെടുത്തുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ആദിൽ പാലോട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. എന്തായാലും അടിയന്തര യോഗം വിളിക്കണം എന്ന് വനംവകുപ്പിന് തോന്നിയതിന് നന്ദി. ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി വൈകിയാണ് പലപ്പോഴും വനംവകുപ്പ് ഉണരാറ്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ 3 മരണമാണ് റിപ്പോർട്ട് ചെയ്തത് ആനയുടെ ആക്രമണത്തിൽ. ഈ സാഹചര്യത്തിലാണോ ഇപ്പോൾ അടിയന്തര യോഗം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? എന്തെങ്കിലും തീരുമാനം ഉണ്ടാവുമോ? പതിവ് പോലെ യോഗം ചേർന്ന് ഫെൻസിംഗ് ഒക്കെ സ്ഥാപിക്കണം എന്നൊക്കെ നിർദ്ദേശങ്ങൾ പാസാക്കി പിരിയൂ? അരുൺകുമാർ പറഞ്ഞതാണ് യാഥാർത്ഥ്യം. 3 മരണങ്ങൾ വേണ്ടി വന്നു ഒരു അടിയന്തര യോഗം വിളിക്കാൻ. കാട്ടാന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തെ കാട്ടാന പ്രതിരോധം, വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള യോഗം വിളിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ തിരുവനന്തപുരത്തെ വനം ആസ്ഥാനത്ത്, വഴുതക്കാടുള്ള വനം ആസ്ഥാനത്ത്, സംസ്ഥാന ആസ്ഥാനമാണിത്. ഇവിടെയാണ് ഉച്ചയ്ക്ക് 2:30 യോഗം ചേരുക. വനം മേധാവിയുടെ നേതൃത്വത്തിലാണ് യോഗം വിളിച്ചിട്ടുള്ളത്. പ്രധാനമായും അരുൺ പറഞ്ഞതുപോലെ സാധാരണ ഫെൻസിംഗ് ഒക്കെ സ്ഥാപിക്കാം എന്നൊക്കെ സാധാരണഗതിയിൽ എല്ലാ മീറ്റിങ്ങിലും പറയുന്നു, കർമ്മ പദ്ധതി രൂപീകരിക്കുന്നു. പക്ഷേ വീണ്ടും ആനയും കടുവയും ഒക്കെ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നതാണ് പതിവ്. പക്ഷേ ഇത്തവണ ചില ക്രിയാത്മകമായ ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് നിർണായകമായ ചില തീരുമാനങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. വനം വകുപ്പിൽ തന്നെ സാധാരണഗതിയിൽ ഫീൽഡിൽ ഇറങ്ങേണ്ടാത്ത ജീവനക്കാരുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ ഫോറസ്ട്രി, വനവൽക്കരണം, ഗവേഷണം എന്നീ വിഭാഗങ്ങളിലൊക്കെ ഉദ്യോഗസ്ഥർ ക്ലറിക്കൽ ജോലികളാണ് ചെയ്യുക. അവർ ഫീൽഡിൽ ഇറങ്ങാറില്ല. പക്ഷേ ഇപ്പോഴുള്ള തീരുമാനം ഇവരെ കൂടി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എങ്ങനെ ഉൾപ്പെടുത്താനാകും എന്നൊരു ചർച്ചയാണിന്ന് നടക്കാൻ പോകുന്നത്. എല്ലാ വിഭാഗത്തിലെയും മേധാവിമാരെ യോഗത്തിലേക്ക് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ, ഇപ്പോൾ ഫോറസ്റ്റിൽ ജീവനക്കാർക്ക് ക്ഷാമമുണ്ട് എന്നൊക്കെയാണ് പരാതി. പക്ഷേ ആ പരാതി മാറ്റിവെച്ച് എല്ലാ ഉദ്യോഗസ്ഥരെയും സജീവമായി പ്രവർത്തനത്തിൽ ഇറക്കുക എന്നതാണ് ആദ്യത്തെ അജണ്ട. ഒപ്പം മറ്റ് പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെ എന്നതും ചർച്ചയ്ക്ക് വരും. 2 ദിവസത്തിനിടെ 3 മരണം, അത് ചെറിയൊരു കണക്കല്ല. കാട്ടാനാക്രമണത്തിൽ മരിച്ചത്, അതെങ്ങനെ പ്രതിരോധിക്കാനാകും എന്ന കാര്യത്തിലും ചർച്ചയുണ്ടാകും. പ്രത്യേകിച്ച് ഈ വനവുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലെ അടിക്കാട് വെട്ടുക എന്നതടക്കമുള്ള നടപടികളുടെ ഊർജിതമാക്കാനുള്ള തീരുമാനങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, എല്ലാ ജീവനക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പെട്രോളിംഗ് അടക്കമുള്ള കാര്യങ്ങളിലും ഇന്ന് തീരുമാനം വരുമാരും. ഓക്കെ, ആ തീരുമാനം വന്നാൽ മതി. തീരുമാനം മാത്രം പോരാ, അത് നടപ്പാക്കുകയും വേണം. അതിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ 3 മരണം വേണ്ടി വന്നു ഇത്തരത്തിലൊരു അടിയന്തര യോഗം വിളിക്കാൻ എന്നുള്ളതാണ്. വനം വകുപ്പിനെതിരെയുള്ള ഏറ്റവും വലിയ ആക്ഷേപവും അത് തന്നെയാണ്. വനം വകുപ്പ് മയക്കുവെടി ഏറ്റിരിക്കുകയാണോ എന്നുള്ളതാണ് പല പ്രേക്ഷകരും ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ നിന്നൊക്കെ വനം വകുപ്പ് മോചിതമാവണം. കുറച്ചുകൂടി ഊർജ്ജത്തോടു കൂടി ഇക്കാര്യങ്ങൾ അലേർട്ട് കൊടുക്കാനൊക്കെ ഈ വനം വകുപ്പിൽ ഉദ്യോഗസ്ഥർ ശ്രമിക്കണം. ഉദ്യോഗസ്ഥരുടെ കുറവുണ്ടെന്നറിയാം. തീർച്ചയായിട്ടും പെട്രോളിംഗ് സംഘത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തുക, ഡീസൽ അടിക്കാനുള്ള പൈസയെങ്കിലും കൊടുക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. പലയിടത്തും വിളിക്കുമ്പോൾ പറയുന്നത് വണ്ടി അടിക്കാൻ ഡീസലിന് പൈസയില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു.